കേരളത്തിനൊന്നല്ല, ഒരു സംസ്ഥാനത്തിനും അധികകാലം NEP-യിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം എന്താ, 2030 ആകുമ്പോൾ നമ്മുടെ TTC-യിലെയും BED-ന്റെയും ഒക്കെ രീതി മാറാൻ പോവാണ് സ്മൃതി. അവിടെ വരാൻ പോകുന്നത് എങ്ങനെയാ? 5, 3, 3, 4 എന്ന ഘടനയ്ക്കനുസരിച്ചായിരിക്കും വരാൻ പോകുന്നത്. കേരളത്തിൽ മാറി നിൽക്കാൻ പറ്റുമോ? ഹയർ സെക്കൻഡറി സംവിധാനം കേരളത്തിൽ മാത്രമായിട്ട് നടപ്പിലാക്കാൻ പറ്റുമോ? എന്റെ ഒരു സംശയം, കേരളത്തിൽ മാത്രമായി ഈ +2 സമ്പ്രദായം നിലനിന്നാൽ ഈ നീറ്റ് പരീക്ഷയും IIT-ക്കും എഴുതാൻ പോകുന്ന 2030 ശേഷം വരുന്ന പുതിയ റിവൈസ്ഡ് ആയിരിക്കുന്ന സംവിധാനത്തിൽ കേരളത്തിലെ കുട്ടികൾ എങ്ങനെ പഠിക്കും? കേരളത്തിൽ മാത്രമായ ഒരു IIT-യും കേരളത്തിൽ മാത്രം മെഡിക്കൽ കോളേജും തുടങ്ങാൻ പറ്റുമോ? അപ്പോൾ സ്വാഭാവികമായി എന്താ ഘടനാപരമായ ദീർഘദൃഷ്ടി കൊള്ളാം. അല്ല ആയിക്കോട്ടെ, ഇന്നവിറ്റബിൾ, അതായത് ഇന്നവിറ്റബിൾ ആണ് നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി. ബോധ്യപ്പെടുത്തിയാൽ മതി. ഒന്നാമത്തെ കാര്യം, NEP എത്ര മികവോടെ നടപ്പാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്കൂളുകളെ ഗ്രേഡ് ചെയ്യുക. അത് ഓരോ സമയം അപ്പോൾ എങ്ങനെയാണ് അത് അസസ് ചെയ്യുക? NEP-യിലെ 8 വ്യവസ്ഥകൾ കേരളം ഇതിനകം തന്നെ സാധാരണ സർക്കാർ സംവിധാനങ്ങൾ നടപ്പിലാക്കി. മികച്ച ടോയ്ലറ്റ് സംവിധാനം വേണ്ടേ? ടോയ്ലറ്റ് സംവിധാനം ഒന്നുമല്ലല്ലോ നമ്മുടെ ചർച്ച. എന്താ പറയൂ, താങ്കൾ പറയൂ. കേരളം വികസനവുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല, കരിക്കുലമാണ് നമ്മുടെ വിഷയം. കരിക്കുലമാണ് നമ്മുടെ ആശങ്ക. നിങ്ങൾ എന്തിനാണ് 2020 മുതൽ വലിയ ലേഖനങ്ങൾ എഴുതിയത്? നിങ്ങൾ എന്തിനാണ് പ്രമേയം പാസ്സാക്കിയത്? അതാണ് ചോദ്യം. അതാണ് CPI ചോദിക്കുന്നത്. ബോധ്യപ്പെടുത്തിയാൽ മതി. പറഞ്ഞത് NEP-യെ വിശാലമായ രാഷ്ട്രീയത്തിൽ, വിശാലമായ തത്വത്തിൽ അതിനകത്ത് അപകടകരമായ ഒട്ടേറെ കണ്ടന്റുകളുണ്ട്. അതിലൊന്ന് ഇൻഡിജിനിയസ് നോളജ് സിസ്റ്റം എന്ന് പറയുന്ന, ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന ഇന്ത്യൻ പാരമ്പര്യ പഠന സമ്പ്രദായ രീതി നടപ്പിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ SCERT വരുമ്പോൾ അവിടെ പഠിപ്പിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, വാഗ്ഭടാനന്ദനായിരിക്കും. ഈ പറയുന്ന ഈ ഗോഡ്വാർക്കറും സവർക്കറും ഒന്നും ആയിരിക്കില്ല എന്നുള്ളതാണ്. മൂഞ്ചെ ഒന്നും ആയിരിക്കില്ല എന്നുള്ളതാണ്. കേരളത്തിൽ SCERT-ക്ക് അതിനുള്ള സംവിധാനമുണ്ട് എന്നുള്ളതാണ്. ഏത് സ്കൂളിനാണ് നിങ്ങൾ സവർക്കറെ പഠിപ്പിച്ചില്ലെന്ന് കരുതി ഗ്രാന്റ് തടയാൻ പറ്റൂ സ്മൃതി? കരിക്കുലം കേരളത്തിലെ സംസ്ഥാന സർക്കാരാണ് ഞാൻ കേന്ദ്രത്തെ അല്ല, എനിക്ക് വിശ്വാസം കേരളത്തിലെ ജനതയാണ്, കേരളത്തിലെ അധ്യാപകരെയാണ്, കേരളത്തിലെ SCERT സംവിധാനത്തെയാണ്. ഞാൻ സ്മൃതി എടുത്ത് ഡയറക്റ്റായിട്ട് ചോദിക്കാം, കേരളത്തിലെ SCERT-ക്ക് ഈ പറയുന്ന PMC സ്കൂളിൽ അടക്കമുള്ള പാഠപുസ്തകങ്ങൾ സൃഷ്ടിക്കാനുള്ള, ഗവേഷണം ചെയ്തുണ്ടാക്കാനുള്ള അധികാരമില്ലേ? നോക്ക്, ഈ തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ ഇപ്പോൾ തന്നെ 8ാം ക്ലാസ്സിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഏത് തിരഞ്ഞെടുത്ത സ്കൂള്? തിരഞ്ഞെടുത്തിട്ടില്ല സാർ. നോക്കൂ, ഇപ്പോ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം 8ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഇപ്പോൾ ഉണ്ട്. IAS-മായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. PMC നടപ്പിലാക്കിയിട്ടില്ലല്ലോ. എന്താ സ്മൃതി പറയുന്നത്? SCERT പാഠപുസ്തകത്തിൽ ഇൻഡിജീനിയസ് നോളജ് സിസ്റ്റത്തിനകത്ത് ഈ ഇപ്പൊ സവർക്കറെ കൊണ്ടുവരാൻ കഴിയുമോ ഇല്ലയോ? എന്റെ ചോദ്യം. സവർക്കർ നിൽക്കണ്ട, വർഗീയവൽക്കരണം പറയൂ. കൊണ്ടുവരും, കേരളത്തിലെ SCERT എങ്ങനെ കൊണ്ടുവരും? ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഈ ഇത്രയും സ്കൂളുകളിൽ നിങ്ങൾക്ക് കരിക്കൽ നിങ്ങളുടെ മാത്രമായി കൊണ്ടുവരാൻ പറ്റില്ല. ദേശീയ വിദ്യാഭ്യാസം നോക്കൂ, നിങ്ങൾ ഈ പൈസ വാങ്ങി ഞങ്ങളുടെ ഇഷ്ടത്തിന് പഠിപ്പിക്കുക. നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിപ്പിച്ചോളൂ. ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വാസത്തിന്റെ പ്രശ്നമല്ലല്ലോ. എനിക്ക് സ്മൃതിയോട് രണ്ടേ കാര്യത്തിലെ സംശയമുള്ളൂ. ഒന്ന്, സ്മൃതി വിശ്വസിക്കുന്നുണ്ടോ NEP-യിൽ തന്നെ PMC നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ സ്റ്റേറ്റ് കരിക്കുലർ ഫ്രെയിംവർക്ക് ഉപയോഗിക്കാമോ, ഉപയോഗിക്കാൻ പാടില്ലേ? നോക്കൂ, അതിലേക്കൊക്കെ കടന്നു കയറാൻ കഴിയുന്ന രൂപത്തിലാണ് ഈ സംവിധാനം ഉള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ തന്നെയുള്ള 8ാം ക്ലാസ്സിലെ കാര്യമാണ്. നോക്കൂ, നിങ്ങൾ ഈ ദിവസങ്ങളുടെ കണക്ക് വെച്ചിട്ട് ഈ പറയാതെ ഇരിക്കൂ ദയവ് ചെയ്തിട്ട്. 8ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന കാര്യമാണ് NCERT-യുടെ കാര്യം ഞാൻ പറയുന്നത്. വേണ്ട, ഇവിടെ SCERT മതി എന്നാണ് ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി പറയുന്നത്. NCERT-യിലല്ലേ ഈ പറയുന്ന വർഗീയമായിട്ടുള്ള എല്ലാ അജണ്ടകളും ഉള്ളത്? അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? അത് മാറ്റിയിട്ടല്ലേ നമ്മൾ പുതിയ പാഠപുസ്തകം ഇറക്കിയത് സ്മൃതി? അതല്ലേ SCERT +1 +2 കൊടുത്തത്, പൊളിറ്റിക്കൽ സയൻസിൽ കൊടുത്തത്, ഹിസ്റ്ററി കൊടുത്തത്? എവല്യൂഷന്റെ ഭാഗം. ഒരു നിമിഷം, അത് മാത്രമല്ല, എവല്യൂഷൻ NCERT പുസ്തകങ്ങൾ സൈലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിൽ എവല്യൂഷനെ കുറിച്ച് സൈലന്റാ? SCERT എവല്യൂഷൻ പഠിപ്പിക്കുന്നില്ലേ? SCERT മഹാത്മാഗാന്ധിയുടെ വധം പഠിപ്പിക്കുന്നില്ലേ? SCERT സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കാളിത്തത്തെ കുറിച്ച് പഠിപ്പിക്കുന്നില്ലേ? സോഷ്യൽ സയൻസിൽ മാത്സിനെ കുറിച്ച് അതേ SCERT അല്ലേ പുസ്തകം തയ്യാറാക്കുക? പിന്നെ എങ്ങനെ മാറും? മാറാൻ നിർബന്ധിതമാകും. എങ്ങനെ? ഹൗ?
അത് കേന്ദ്രം സമ്മർദ്ദം നടപ്പാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്താണോ RSS ഉദ്ദേശിക്കുന്നത് അതാണ് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു തർക്കമില്ല. പക്ഷേ ആ സംസ്ഥാനത്തിന്റെ പേര് ഉത്തർപ്രദേശ് എന്നോ ഗുജറാത്ത് എന്നോ ആവണം, കേരളം എന്നാവില്ല. ശരി, കേരളത്തിൽ പ്രത്യേക സംവിധാനമായി നടപ്പാക്കാൻ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയൻ തന്നെ പോയി ബിനോയ് വിശ്വത്തോട് പറഞ്ഞത് നമുക്ക് വേറെ വഴിയില്ല എന്നാണ്. ആദ്യം മനസ്സിലാക്കുക, വേറെ വഴിയില്ലെന്നേ. ഇത് നോക്കൂ, ഇത് എന്റെയും സ്മൃതിയുടെയും സംസ്ഥാനം കേരളമാണ്. നമ്മുടെ ഈ സംസ്ഥാനത്തിന് തരാനുള്ള 971 കോടി രൂപ ഈ വർഷത്തെ മാത്രം മാറ്റിവെച്ചാൽ SSKയുടെ ഭാഗമായി നമുക്ക് കിട്ടാനുണ്ട്. ഇനി സ്മൃതി പറയുന്നത് പോലെ കോടതിയിൽ പോയാൽ എന്താ സംഭവിക്കുക? 2010 ഭീം സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു കേസുണ്ട്. അതിൽ മിസലീനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷനിൽ ആകെ കേന്ദ്രം കൊടുക്കുന്ന ഗ്രാന്റുകളിൽ 5-ൽ 4 ഡിസ്ക്രീഷൻ സ്വഭാവത്തിലുള്ളതാണ്. അത് കേന്ദ്ര സർക്കാരിനോട് പോയി വാദിച്ച് വിജയിച്ചെടുക്കുക അസാധ്യമാണ് ഏറെക്കുറെ. എന്തിനേറെ നമുക്ക് തരാനുള്ള ഗ്രാൻസിന്റെ കാര്യത്തിൽ പോലും ഒത്തുതീർപ്പോ സമവായമോ വേണമെന്നുള്ള ഘട്ടമാണ് ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി എടുത്തത്. അത് 282 ആർട്ടിക്കിൾ പ്രകാരം കേന്ദ്രത്തിന് അനുകൂലമായി വിധി വരാൻ സാധ്യത. നിയമോപദേശം കിട്ടി അവിടേക്ക് പോയ ഉദ്യോഗസ്ഥരെ തിരിച്ച് ഇവിടെ നിയമ പോരാട്ടത്തിന് സ്മൃതി ആദ്യം പറഞ്ഞതിൽ സംശയം മാറിയല്ലോ. വർഗീയവൽക്കരണം SCRTക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. എനിക്ക് ഒരു സംശയവും മാറിയിട്ടില്ല. കാരണം അത് നടപ്പാക്കാൻ അവർക്ക് കഴിയും. കേന്ദ്രത്തിന് വഴങ്ങി കഴിഞ്ഞാൽ കേന്ദ്രത്തിന് അത് നടപ്പാക്കാനും അറിയാം. നോക്കിക്കോളൂ. സ്മൃതിയുടെ സംശയം കേരളത്തിലെ പൊതുജനങ്ങളുടെ സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ ചരിത്രത്തിലും ശാസ്ത്രത്തിലും ഇന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണം, അത് കൊടുത്തേ തീരൂ എന്ന തീരുമാനത്തിലേക്ക് വരും. നോക്കി എങ്ങനെ വരും അന്വേഷിച്ചാൽ മതി. അല്ലല്ല, അവിടെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ. നമ്മുടെ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ് പെട്ട വിഷയമല്ലേ? വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാക്കിയത് പണ്ടത്തെ കേന്ദ്ര സർക്കാരല്ലേ? അന്ന് കോൺഗ്രസ് അല്ലേ അതിൽ ഭേദഗതി വരുത്തി കൺകറന്റ് ലിസ്റ്റിൽ വരുമ്പോൾ സംസ്ഥാനത്തിന്റെ പരിമിതി എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മുടെ മാത്രം തീരുമാനമല്ല. ഈ വിഷയത്തിൽ കേന്ദ്രം ഒരു നിയമം ഉണ്ടാക്കുകയും സംസ്ഥാനം ഒരു നിയമം ഉണ്ടാക്കുകയും ചെയ്താൽ കേന്ദ്രത്തിന്റെ നിയമമേ നിൽക്കൂ. ഭരണഘടനാപരമായ പരിമിതിയാണല്ലോ നമ്പർ 1. നമ്പർ 2, ഇനി പഠന പ്രക്രിയ തീരുമാനിക്കാനും പാഠപുസ്തകങ്ങളുടെ സിലബസ് കണ്ടന്റ് തീരുമാനിക്കാനും കേന്ദ്രത്തിനൊരു അധികാരവുമില്ല. നമ്മുടെ സ്റ്റേറ്റിന്റെ SCRTക്കേ സാധിക്കൂ. ശരിയല്ലേ? അതിന്റെ പേരിൽ കേന്ദ്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും? SCRT പാഠപുസ്തകങ്ങളിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റുമോ? ഭരണഘടനാ ലംഘനമില്ലെങ്കിൽ. അപ്പൊ ഇതൊന്നും മനസ്സിലായില്ല ബിനോയ് വിശ്വത്തിന്. ബിനോയ് വിശ്വത്തിന്റെ പ്രശ്നമല്ല. തത്വത്തിൽ ഈ വിഷയത്തെ എതിർത്തിരിക്കുന്നതിന്റെ കാര്യം എന്തറിയോ? അത് ഇന്നേ വരെ കോൺഗ്രസുകാർക്കും രാജസ്ഥാനിലെ കോൺഗ്രസിന് മനസ്സിലാവാതെ പോയൊരു കാര്യമുണ്ട്. രാജസ്ഥാനിലേക്ക് നടപ്പിലാക്കിയ കോൺഗ്രസ് സ്റ്റേറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. CPM എന്തുകൊണ്ട് NEP എതിർക്കുന്നു എന്നുള്ളത് ഇനിയും മനസ്സിലാക്കാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിന് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാമോ സ്മൃതി? കേരളത്തിൽ ഒന്ന് ചോദിക്കും, ആകെ പറയുന്ന കാര്യം വർഗീയവൽക്കരണം. സാർ, അതാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം നടപ്പിലാക്കണം എന്നുള്ളതാണ് NEPയിലെ ഒരു കമ്പോണന്റ്. അത് നടപ്പിലാക്കേണ്ടെന്ന് SCRT വിചാരിച്ചാൽ ആ പ്രശ്നം അവസാനിക്കും. പക്ഷേ പ്രശ്നം എന്താ? അതിനും അപ്പുറം നിൽക്കുന്നൊരു വിഷയമുണ്ട്. ഇതിനകത്ത് എക്സിറ്റ് ഓപ്ഷനുകൾ ആശങ്കയുണ്ടാക്കുന്നത് കേരളത്തെക്കാൾ മറ്റു സംസ്ഥാനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. അവിടെ വിദ്യാർത്ഥികൾ ഈ പഠന പ്രക്രിയയിൽ നിന്ന് പോയി അവരുടെ കുലത്തൊഴിലുകളിലേക്ക് പോകുന്ന സംവിധാനം ഉണ്ടാവും. അതൊരു പ്രോഗ്രസീവ് സൊസൈറ്റിക്ക് ചേർന്നതല്ല. മൂന്നാമത്തെ കാര്യം, കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി കൊണ്ടുവന്ന ഈ ആശയം നമ്മുടെ ഫെഡറലിസത്തെ തകർക്കുന്നു എന്നുള്ള മറ്റൊരു വിശാലമായ രാഷ്ട്രീയമാണ്. അതും നമുക്കിനി നിവൃത്തിയില്ല. കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നിൽക്കുന്നത്. അധികാരം അവരുടെ കയ്യിലാണ്. ഞാൻ അതാണ് നേരത്തെ വിഭജിച്ചു പറഞ്ഞത്. അപ്പോൾ ഈ പണം വേണോ? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാണ്ടാണ് പിന്നെ ഈ മുദ്രാവാക്യങ്ങളൊന്നും സർക്കാരുകൾക്ക് നടപ്പാക്കാൻ പറ്റാത്ത എന്താണാവോ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്? അതാണ് വിളിക്കാനൊരു മുദ്രാവാക്യമെങ്കിലും LDFന് ഇപ്പോൾ ബാക്കിയുണ്ട്. മറ്റുള്ള പാർട്ടികൾക്ക് അതില്ല എന്നുള്ളതാണ് വാസ്തവം. മുദ്രാവാക്യം എന്ന് പറയുന്നത് മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സോഷ്യലിസം വിജയിക്കട്ടെ എന്ന് പറഞ്ഞാലോ, കേരളത്തിൽ LDF വിജയിച്ചല്ലോ എന്നിട്ട് സോഷ്യലിസം എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുന്ന മണ്ടൻ ചോദ്യമാണത്. മുദ്രാവാക്യങ്ങൾ എന്തിനാണ്? മുദ്രാവാക്യങ്ങൾ ജനങ്ങളെ ഒരു കാര്യം ബോധ്യപ്പെടുത്തുക, രാഷ്ട്രീയമായി അവരെ പഠിപ്പിക്കുക, അവരെ സോഷ്യലൈസ് ചെയ്യുക, അവരെ ആശയം പറഞ്ഞ് മനസ്സിലാക്കുക. NEPയുടെ അപകടം എന്താണെന്ന് മനസ്സിലാക്കാൻ മുദ്രാവാക്യങ്ങൾ ഉണ്ടാവണം, ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. PM-ശ്രീ പദ്ധതി നടപ്പിലായാൽ പോലും NEPയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് കേരളം ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ നിലപാട്. അതിന്റെ ദൂഷ്യവശങ്ങൾ വിശാലാർത്ഥത്തിൽ വരും കാലത്തെ ഭാവി തലമുറയെ കൊമേഴ്സ്യലൈസ് ചെയ്യും, പ്രൈവറ്റൈസ് ചെയ്യും, അവരെ ഈ പറയുന്ന ചിന്തിക്കുന്ന ബ്രെയിനുകളാക്കി മാറ്റില്ല, അവരെ തൊഴിലാളികളാക്കി മാറ്റും. ഇതൊക്കെയാണ് അതിന് പിന്നിലെ ആശയങ്ങൾ സ്മൃതി. അതിനെ എതിർക്കുന്നതിന് പകരം നമ്മുടെ മുന്നിൽ ഇതാ PM-ശ്രീ പദ്ധതി വന്നു, അതോടുകൂടി എല്ലാം തകർന്നു, കേന്ദ്രത്തിന് തലവെച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു പോകുന്നത് പരമാവധി
ആത്മാർത്ഥമാണ്. പക്ഷേ അപ്പോഴും CPI വിശ്വാസത്തിലെടുക്കാതെ CPM ഈ തീരുമാനമെടുത്തത് ശരിയായില്ല എന്നാണ് എൻ്റെ നിലപാട്. അത് കൊയിലേഷൻ ധർമ്മ എന്നൊക്കെ പണ്ട് അടൽ ബിഹാരി വാജ്പേയി ഒക്കെ പറയുന്നത് പോലെ ഈ കൊയിലേഷൻ ധർമ്മയ്ക്ക് അടൽ ബിഹാരി വാജ്പേയിയെ തന്നെ കോട്ട് ചെയ്യേണ്ടി വന്നു. 100%. അതാണ് കൊയിലേഷനെ കുറിച്ച് ഏറ്റവും ഇൻസ്റ്റബിൾ ആയിട്ടിരിക്കുന്ന ഈ അടൽ ബിഹാരി വാജ്പേയി എന്നൊക്കെ കേൾക്കുമ്പോൾ അടൽ ബിഹാരി വാജ്പേയി വാസ് എ ഗുഡ് പൊളിറ്റീഷ്യൻ. അദ്ദേഹം എല്ലാ കാലം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ 100% compared to Modi or compared to Advani or compared to somebody else. അടൽ ബിഹാരി വാജ്പേയിയെ നമ്മൾ ആ അർത്ഥത്തിലാണ് റേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകളാണെങ്കിലും അദ്ദേഹത്തിന് രാഷ്ട്രീയം അതിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. RSS രാഷ്ട്രീയം മാറ്റി വയ്ക്കും, അത് മാറ്റി നിർത്തിയാൽ പോലും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ചുരുക്കത്തിൽ ഈ സംഭവിക്കാൻ സാധ്യതയുള്ളത് CPI ഏറ്റവും കടുത്ത നിലപാടിലേക്ക് പോവില്ല. അതിന് തൊട്ട് താഴെയുള്ള നിലപാട് പ്രതീകാത്മകമായ ഒരു പക്ഷേ അതിൽ നിന്ന് മാറി നിൽക്കും. പക്ഷേ അധികകാലം മാറി നിൽക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന ഒന്നുണ്ട്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ആ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി പാലിക്കാതിരുന്നാൽ പ്രതിപക്ഷം അത് ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമായിട്ട് മാറും. അത് CPI സംബന്ധിച്ച് ദോഷം ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട വകുപ്പുകളാണ്, പ്രധാനപ്പെട്ട മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വേണ്ടുന്ന വിഷയങ്ങളാണ്. റവന്യൂ വകുപ്പും കൃഷി വകുപ്പും ഒക്കെ, അതിലൊന്നും ഭക്ഷ്യവകുപ്പുമല്ല, അതിലൊന്നും വിട്ടു നിൽക്കാൻ കഴിയില്ല. Meet the editors.